ഏതായാലും ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഷിംജിതയെ ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജില്ലാ ജയിലിലേക്കല്ല, മഞ്ചേരി ജയിലിലേക്കാണ് അവരെ മാറ്റിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അത് ഇപ്പോൾ അഭിഭാഷകൻ നമ്മോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇനി ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ശ്രമിക്കും, ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുക എന്നാണ് ആദ്യം ചെയ്യാനുള്ളത് എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്ന് പറയുന്നത് ആദ്യം ഇവരുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ പരിശോധിക്കുക എന്ന് തന്നെയായിരിക്കും. അത് മൊബൈൽ ഫോൺ ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം ഇവർ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ തന്നെയാണെങ്കിൽ അതോ കാര്യങ്ങളോ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇവർ ബസ്സിൽ കയറുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരം ചില ഉദ്ദേശത്തോടു കൂടി ഇതിന് വന്നതായിരുന്നോ എന്ന കാര്യങ്ങളടക്കം ഇനി പോലീസിന്റെ പരിശോധനയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന് തുടർന്ന് അവരുടെ പ്രതികരണം എന്ന രീതിയിലല്ല ആ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇത് ഒരുങ്ങി തയ്യാറായി വന്ന ഒരാൾ എടുക്കുന്ന ദൃശ്യങ്ങളുടേത് പോലെയുള്ള ഒരു സമീപനം, ഒരു കാഴ്ചയാണ് അത്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ആളുകൾ പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇനി പരിശോധിക്കും. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസിന്റെ പരിശോധന ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ ഈ പ്രാഥമികമായി ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിൽ തന്നെയാണ് ഷിംജിതയെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കോടതിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ അവരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ജില്ലാ ജയിലിലേക്കല്ല, മഞ്ചേരി ജയിലിലേക്കാണ് ഇപ്പോൾ അവരെ മാറ്റിയിട്ടുള്ളത്.